അതിന് ഡിന്നറിന് രാത്രി വെള്ളപ്പത്തിന് ഒരു മുട്ടേൻ്റെ ഒരു മസാല ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. സവോളയും തക്കാളിയും ഒന്നും വേണ്ട, സിമ്പിളാണ്, നല്ല ടേസ്റ്റുമാണ് കേട്ടോ. അപ്പോൾ പാൻ വെച്ച് വെളിച്ചെണ്ണ വെച്ച് 2 വെളുത്തുള്ളി ചതച്ചത് ഇട്ട് കൊടുക്കുക. അതുപോലെ തന്നെ ഉണക്കമുളക് നല്ലതുപോലെ ചൂടുവെള്ളത്തിൽ കുതിർത്തിയിട്ട് അരച്ച് പേസ്റ്റാക്കി വെക്കണം കേട്ടോ. നിങ്ങൾ എരിവിന് ഇഷ്ടത്തിന് എടുക്കുക, മുട്ടേൻ്റെ അളവിനനുസരിച്ച് കൂട്ടും കുറയ്ക്കുകയൊക്കെ ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ വെളുത്തുള്ളി ഒന്ന് റോസ്റ്റ് ചെയ്ത് വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ചിട്ടുള്ള ഉണക്കമുളക് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിയതിന് ശേഷം കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി, കുറച്ച് മല്ലിപ്പൊടി കേട്ടോ. മല്ലിപ്പൊടി ഒരു പേരിന് മാത്രം, മല്ലിപ്പൊടി ഇട്ടിട്ട് ഉപ്പ് ഇട്ടിട്ട് നല്ലതുപോലെ അതൊന്ന് എണ്ണ തെളിയുന്ന വരെ നല്ലതുപോലെ അതൊന്ന് ഡ്രൈ ആയി വരുന്ന വരെ ഇളക്കണം കേട്ടോ. ഇളക്കി കൊടുത്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് അതിൽ ഒന്ന് അടച്ച് വെച്ചിട്ട് അതൊന്ന് തിളച്ച് കുറുകി വരുന്ന സമയത്ത് നമ്മൾ മുട്ട ഇട്ട് കൊടുക്കുക കേട്ടോ. നല്ല ടേസ്റ്റാണ്, എന്നാൽ സിമ്പിളും അല്ലേ, നമുക്ക് ഉണ്ടാക്കാനും പെട്ടെന്ന് ഉണ്ടാക്കാനും കഴിയും. നല്ല ടേസ്റ്റാന്ന് പറഞ്ഞാൽ വേറെ ചട്നിയോ വേറെ ഒന്നും വെള്ളപ്പായിൽ എന്തായാലും ചപ്പാത്തി ആയാലൊന്നും വേറെ ഒന്നും വേണ്ടത് കൂട്ടിയാൽ നമുക്ക് കഴിക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഈ സമയത്ത് അത് കുറുകി വന്ന സമയത്ത് നമ്മൾ മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് ഡ്രൈ ആക്കി എടുക്കണം കേട്ടോ. അതൊന്ന് ഡ്രൈ ആയി വരുന്ന സമയത്ത് കുറച്ച് ലെമൺ ഒന്ന് പിഴിഞ്ഞെടുക്കണം കേട്ടോ. അപ്പോൾ നല്ലൊരു സ്മെല്ല് വരുന്നുണ്ട് കേട്ടോ. ഇതിൽ കറിവേപ്പില ഒന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ലൊരു സ്മെല്ലാണ്, നല്ലൊരു സ്മെല്ലാട്ടോ വരുന്നത്. അപ്പോൾ ഞാൻ വെള്ളപ്പം ഉണ്ടാക്കിയിട്ട് അതുപോലെ തന്നെ ഞണ്ട് റോസ്റ്റും ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ എല്ലാവരും ഉണ്ടാക്കി നോക്കണം. ഇഷ്ടപ്പെട്ട തീർച്ചയായിട്ടും സബ്സ്ക്രൈബും ചെയ്യണം, ലൈക്കും ചെയ്യണം.